ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഓണക്കാലത്ത് ഒഴിവാക്കാൻ പറ്റാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ശർക്കര വരട്ടി. വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും എങ്ങനെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാം എന്ന് നോക്കാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. എൻ്റെ കുക്കിംഗ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യണേ. ശർക്കര വരട്ടിക്ക് ആവശ്യമായ നേന്ത്രക്കായ 1.5 കിലോയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടറ്റവും നമുക്കൊന്ന് മുറിച്ച് കൊടുത്ത് നടുക്കിൽ കൂടെ ഒന്ന് വരയിട്ട് കൊടുക്കാം. 2 സൈഡിലായി വരയിട്ടതിന് ശേഷം ഫസ്റ്റ് ലെയറിൽ നമുക്ക് കത്തി വെച്ച് കുത്തിക്കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്കിത് പൊളിച്ചെടുക്കാൻ കഴിയും. കയ്യിൽ കറ പറ്റാതിരിക്കാൻ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വേണം ഇതൊന്ന് പൊളിച്ചെടുക്കാൻ. 2 അറ്റവും മുറിച്ചെടുത്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നേന്ത്രക്കായ കറുക്കാതിരിക്കാനാണ് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ നിന്ന് ഓരോന്നായി എടുത്തതിന് ശേഷം ഒരു തുണി വെച്ച് നന്നായി തുടച്ച് കൊടുക്കാം. ഇതിലെ വെള്ളം എല്ലാം വറ്റിയതിന് ശേഷം ഇതിൻ്റെ നടുകിൽ കൂടെ നമുക്കൊന്ന് പൊളിച്ച് കൊടുക്കാം. ഇനി ഇത് ഒരേ വലിപ്പത്തിൽ വേണം നമുക്ക് മുറിച്ചെടുക്കുന്നത് ഒരേ വലിപ്പത്തിലായിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ നേന്ത്രക്കായ കരിഞ്ഞു പോകും എണ്ണയിലേക്ക് ഇടുമ്പോൾ. അതിനാണ് നമുക്ക് ഒരേ വലിപ്പത്തിൽ അരിഞ്ഞെടുക്കേണ്ടത്. ഇങ്ങനെ എല്ലാ നേന്ത്രക്കായും ഞാനിവിടെ ഒരേ വലിപ്പത്തിൽ അരിഞ്ഞെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ച് ഇതിലേക്ക് ഉരുളി വെച്ച് തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ 1/2 കിലോ നമുക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്താൽ അതിൻ്റെ തനതായ രുചി നമുക്ക് ലഭിക്കും. അതിനാലാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കായ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കായ എല്ലാതും 1.5 കിലോ കായ അരിഞ്ഞത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തപ്പോൾ ഉരുളി നിറഞ്ഞു കവിഞ്ഞു. അപ്പോൾ ഞാനിതിൽ നിന്ന് കുറച്ച് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് 2 തവണകളായിട്ട് ഞാൻ ഇനി വറുത്തെടുക്കുകയുള്ളൂ. നിങ്ങൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത്, പകുതിശയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. 1/2 കിലോ വെളിച്ചെണ്ണയാണെങ്കിൽ 1.5 കിലോ കായൊക്കെ ഉണ്ടെങ്കിൽ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ കായ നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ ഇത് നല്ല ക്രിസ്പി ആവും. അകവും പുറവൊക്കെ നന്നായി വെന്ത് നല്ല ക്രിസ്പിയായി ഇപ്പോൾ നമ്മുടെ കായ വന്നിട്ടുണ്ട്. മാറ്റി വെച്ച പകുതി കായയും ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. ഇതും അതേപോലെ തന്നെ നമുക്ക് തീ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. തീ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് 2 ഭാഗവും നന്നായി ക്രിസ്പി ആയിട്ട് വന്നാൽ നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കായ അകവും പുറവൊക്കെ വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് കോരി മാറ്റി ഒരു പാത്രത്തിലേക്ക് തണുക്കാൻ മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 350 ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കാം. 350 ഗ്രാം ശർക്കരയാണ് ഈ 1.5 കിലോ നേന്ത്രക്കായയിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. മധുരം ആവശ്യത്തിന് ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി മെൽറ്റാക്കി എടുക്കാം. ഇതിവിടെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഒരു ഉരുളി വെച്ചതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് ഒരു അരിപ്പയിലേക്ക് ഉരുക്കി വെച്ച ശർക്കര കല്ലും മണ്ണൊക്കെ വേർതിരിക്കാനായി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ശർക്കര നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നൂൽ പരുവത്തിൽ ആകുന്നത് വരെ വേണം നമുക്കിത് ഇളക്കി വറ്റിച്ചെടുക്കാൻ. നൂൽ പരുവമായി കഴിഞ്ഞാൽ നമ്മുടെ നേന്ത്രക്കായ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനിയിലേക്ക് ഇട്ട നേന്ത്രക്കായ കൈവിടാതെ വേണം നമുക്കിത് ഇളക്കി യോജിപ്പിക്കാൻ. നന്നായി ഒന്ന് എല്ലാ ഭാഗത്തേക്കും ശർക്കര നേന്ത്രക്കായിൽ പിടിക്കുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്.
കൈ എടുക്കാതെ ഒരു 2 മിനിറ്റ് നേരം നമുക്കിത് ഇളക്കി യോജിപ്പിച്ച് ഇതിൽ പിടിപ്പിക്കാം. ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും യോജിപ്പിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ആ പൊടികളാണ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് 6 ഏലക്കയും 1.5 ടീസ്പൂൺ ചുക്ക് പൊടിയും 1 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് ചെറിയ മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നേന്ത്രക്കായയിലേക്ക് നമുക്ക് ഈ പൊടികൾ കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്ത് മുഴുവനായിട്ടും കൊടുക്കാം. ശർക്കര പാനിയും പൊടികളും ചേർന്ന് ഉരുളിയുടെ അടിഭാഗമെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു ശർക്കര വരട്ടി പോലെയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായി നമുക്കിതിലേക്ക് പഞ്ചസാര ഇടേണ്ടതുണ്ട്. 2 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ആദ്യം 1 ടീസ്പൂൺ ഇട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് നമുക്കിത് ഇറക്കി വെച്ച് തണുക്കാൻ മാറ്റി വെക്കാം. വളരെ രുചികരവും ക്രിസ്പിയുമായിട്ടുള്ള നമ്മുടെ ശർക്കര വരട്ടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും ചെയ്യണേ. കമൻറ്റും അറിയിക്കണേ. ഓക്കേ, ബൈ ബൈ.